തകർന്നു വീണ വീടിന് മുന്നിൽ അധികാരികളുടെ കനിവ് കാത്തിരിക്കുകയാണ് ഒരു വയോധിക. പഴയന്നൂർ പുത്തിരിത്തറ എരുമത്തടത്തിൽ വീട്ടിൽ 86 വയസ്സുള്ള കാർത്യായനി അമ്മയാണ് സഹായം തേടുന്നത്. കാർത്യായനി അമ്മയുടെ ജീർണാവസ്ഥയിലുള്ള വീടാണ് തകർന്നു വീണത്. ഏതാനും ദിവസം മുൻപ് കാർത്യായനി അമ്മയെയും കൂട്ടി മകൾ ശ്യാമള സമീപത്ത് തന്നെ നിർമ്മിച്ച ടാർപോളിൻ മേഞ്ഞ കൂരിയിലേക്ക് താമസം മാറിയിരുന്നു. അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീടിനായി 1.5 വർഷം മുൻപ് ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ശ്യാമള കുടുംബം പോറ്റി വരികയായിരുന്നു. എന്നാൽ 6 മാസം മുൻപ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം അമ്മ കാർത്യായനി തളർന്നു കിടന്നതോടെ ശ്യാമളയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ഇന്നലെയാണ് രാത്രിയാണ് ഇത് വീണത്. ഇപ്പോൾ അയൽവക്കക്കാരൊക്കെ വരും നോക്കുകയൊക്കെ ചെയ്തു എന്നല്ലാതെ ഒരു വാർഡ് മെമ്പറോ ആരും ഇവിടെ വരികയോ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം അതിങ്ങനെ ഒരു ഷെഡ് കെട്ടിണ്ടാക്കുക കാരണം കൊണ്ട് അമ്മേനെയും കൊണ്ട് ഇവിടെ വന്ന് കിടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അമ്മേനെ എടുത്തിട്ടൊന്നും നടക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ. രാത്രിക്ക് എങ്ങാനും അത് പൊട്ടി ഞങ്ങൾ വീണതാണെങ്കിൽ ഞങ്ങൾ 2.5 അതിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം മരിച്ചു പോയിണ്ടാവും. കുറേ നാളായി ഞങ്ങൾ ലോണിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വയ്ക്കണ കാലം മുഴുവനും അമ്മ പോയി, അത് കഴിഞ്ഞ് ഞാൻ പോയി, എന്നിട്ടൊന്നും ശരിയായിട്ടുണ്ട് പറയാന്നല്ലാതെ ലൈഫിലും ഒക്കെ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ 1 വർഷമായി ഞാൻ എല്ലാ കടലാസുകളും ഇവിടെ ബ്ലോക്കിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട്. പക്ഷെ ഇതുവരെ ഒരാളും ഒന്നും വരിക നോക്കി ഒന്നും ചെയ്തിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ച ശ്യാമളയ്ക്ക് 26 വയസ്സായ ഒരു മകളുമുണ്ട്. ഒരു വീടില്ലാത്തതിനാൽ വിവാഹം മുടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ കുടുംബം അനുഭവിക്കുന്നത്. അയൽവാസികളുടെയും മറ്റും കനിവിലാണ് ഇവരുടെ ജീവിതം. ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് അതിദരിദ്രർ ഇല്ല എന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ് പഴയന്നൂരിലെ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ പുറത്തുവരുന്നത്. TCV ന്യൂസ്, തിരുവില്ലാമല.